ഹായ് എവ്രി വൺ, വെൽക്കം ടു അശ്വതീസ് പ്ലാറ്റർ. ഞാൻ ഡോക്ടർ അശ്വതി ജയശ്രീ. ലേറ്റായി എഴുന്നേൽക്കുന്ന ഒരു അവധി ദിവസം തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ സ്പ്രിംഗ് ഓണിയൻ. ഒരു തണ്ട് സ്പ്രിംഗ് ഓണിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. വീട്ടിൽ എപ്പോഴും അവൈലബിൾ അല്ലാത്തൊരു സാധനമാണ്, പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ഇത് മസ്റ്റാണ്. പക്ഷേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് ഉപയോഗിച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനും രണ്ടായിട്ടാണ് ചോപ്പ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും വൈറ്റും ആണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്. ഈ പച്ചമുളക് ഓപ്ഷനിലാണ്. കുരുമുളക് പൊടി ഒട്ടും ഫ്രൈഡ് റൈസിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഗ്രീൻ പീസ് ഞാനിവിടെ പച്ചയാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ വേവിച്ചെടുക്കണം. 2 ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, 5 ബീൻസും ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും വെജിറ്റബിൾസ് കൂടാതെ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് വെജിറ്റബിൾസ് ആണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ചെറുതായിട്ട് അരിയുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം നമ്മളിവിടെ ബിരിയാണി പോലെ കുക്ക് ചെയ്യുന്നില്ല. ഈ വെജിറ്റബിൾസ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ചൈനീസ് ഫ്രൈഡ് റൈസ് ഒക്കെ എള്ളെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. പഞ്ചസാര ഒരു 2 നുള്ളു പഞ്ചസാര മാത്രം മതി. സോയാ സോസ് ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ വിനെഗർ സ്കിപ്പ് ചെയ്യാം ഇഷ്ടമില്ലാത്തവർക്ക്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞാൻ വിനെഗർ യൂസ് ചെയ്തിട്ടുള്ളത്. ഉപ്പ് ആവശ്യത്തിന്. 240 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ആൾക്ക് കഴിക്കാൻ കാണും. ബിരിയാണി തയ്യാറാക്കിയപ്പോൾ നമ്മൾ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ആണ് കുക്ക് ചെയ്തെടുത്തത്. ഫ്രൈഡ് റൈസിൽ പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഡയറക്റ്റ് തന്നെ റൈസ് കഴുകി വാരി വെച്ചതാണ്. റൈസ് കുതിർത്ത് വെക്കുന്നതിന് പകരം നമ്മൾ വേറൊരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഈ റൈസ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വാരി വെച്ച് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. റൈസ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഒരുപാട് ഇളക്കി കൊടുക്കാൻ പാടില്ല ഈ ടൈമിൽ. കാരണം ഇപ്പോൾ ഒരുപാട് ഇളക്കിയാലും റൈസ് പൊട്ടിപ്പോകും. 1 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് ചൂടായി കിട്ടിയിട്ടുണ്ട്. കഴുകി വാരി വെച്ച് വെള്ളം മൊത്തം വറ്റിയതിന് ശേഷം മാത്രമേ ചൂടാക്കാൻ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് റൈസ് ചൂടായി കിട്ടില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ തുടങ്ങാം. 6 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്തി നിൽക്കണം ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. എന്നാലേ നമ്മുടെ റൈസിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പറഞ്ഞതുപോലെ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു 1/2 പീസ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ റൈസ് ചൂടാക്കിയത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിയുമ്പോൾ റൈസ് നല്ല ഫേം ആയിട്ടിരിക്കാനാണ്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുമ്പം സൂക്ഷിക്കണം, കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. 8 മിനിറ്റ് കൊണ്ട് എനിക്ക് 80% റൈസും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് റൈസിൻ്റെ കുക്കിംഗ് ടൈം. ഓവർ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം കുഴഞ്ഞു പോകും. ഓരോ ബ്രാൻഡ് അനുസരിച്ച് കുക്കിംഗ് ടൈം വേരിയാണ്. ഇനി നമുക്ക് റൈസ് ഡ്രെയിൻ ചെയ്തെടുക്കാം.
റൈസ് ഇനി ഇരുന്ന് കുക്കാകാതിരിക്കാൻ കുറച്ച് തിളപ്പിച്ചാർച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസ് തണുത്തതിന് ശേഷമേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുള്ളൂ. ഞാനിപ്പോൾ ഫാനിൻ്റെ കീഴിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് റൈസ് ഒന്ന് തണുപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം വരില്ല. ആദ്യം തന്നെ റൈസ് വേവിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്താൽ മതി. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി റൈസ് കൂളായിക്കോളും. ഞാനിവിടെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്ട്രാ സ്റ്റെപ്പ് വേണ്ടി വന്നത്. റൈസ് പെട്ടെന്ന് കൂളാവാൻ വേണ്ടി ഞാനൊരു പരന്ന പാത്രത്തിലോട്ട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. റൈസ് ചൂടാക്കിയ കടായി കഴുകാതെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഓയിലുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. കടായി ചൂടായി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരണം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള കടായി ഉണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും തീയൊക്കെ ആ കടായിലേക്ക് കയറി വരുന്നത്. അത്രയും ചൂടിലാണ് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടേസ്റ്റ്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഗാർലിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ആ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പിൽ സൂക്ഷിക്കണം, നല്ല ചൂടുള്ളത് കാരണം ഫ്ലെയിം നമ്മൾ കുറയ്ക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുത്തുള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൈറ്റ് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് ചൂട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചിടാം കേട്ടോ. കരിഞ്ഞു പോകാനും പാടില്ല. കുറച്ച് മാത്രം ഗ്രീൻ ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഗ്രീൻ ഒണിയൻ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ആവശ്യമുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ, ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് നന്നായിട്ട് വഴറ്റുക. ഓയിൽ കുറവാണ്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചൂട് നന്നായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് കുറച്ചിടുക. ഉപ്പ് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഇതിലേക്ക് സോയാ സോസ് ഒഴിക്കും. സോയാ സോസിലും അത്യാവശ്യം ഉപ്പുണ്ട്. അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിലും ഉപ്പുള്ളതാണ്. എള്ളെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആദ്യം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് പകരം എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതാണ് ശരിക്കും ചൈനീസ് റെസിപ്പിയിൽ യൂസ് ചെയ്യുന്ന എണ്ണ. 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി കൊടുത്തപ്പോൾ ഇത് അത്യാവശ്യം കുക്കായി കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം 1 സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു സ്പൂൺ വിനെഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളു പഞ്ചസാര, ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് കുരുമുളക് പൊടി വെതറി കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയർ റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി വെതറി കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഒരുപാട് കൂടാൻ പാടില്ല. എന്നിട്ട് പെതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, റൈസ് പൊട്ടാത്ത രീതിയിൽ. മുകളിലോട്ടൊന്ന് എടുത്തിട്ട് കൊടുക്കുക. അരി പൊട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇടുക.
റെസ്റ്റോറൻറ്റ്സിൽ ഒരിക്കലും അവരിത് ഇളക്കി കൊടുക്കാറില്ല. ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു 3 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. എനിക്കെല്ലാം കറക്റ്റാണ്. 1 ഗ്ലാസ് റൈസിന് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലായതുകൊണ്ടാണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന വിനെഗറിൻ്റെ പുളിക്കനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. കുറച്ച് ഗ്രീൻ ഓണിയൻ വെതറി കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷേ തയ്യാറാക്കുമ്പോൾ മനസ്സിലാവും വളരെ സിമ്പിളാണെന്ന്. റൈസ് ഒന്നും കുഴയാതെ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ടേസ്റ്റും കിട്ടും. നിങ്ങൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് ചെയ്താൽ മതി.